പരികർമ്മി. സുഖകരമായ ഒരു പല്ലുവേദനയുടെ ആലസ്യത്തിൽ അത്രയൊന്നും വിശാലമല്ലാത്ത പുരയിടത്തിൻ്റെ അതിരിനോട് ചേർന്ന് വാർദ്ധക്യത്തിൻ്റെ മുഴുവൻ ദൈന്യതയും പ്രകടിപ്പിച്ചു നിൽക്കുന്ന പുളിഞ്ചുവട്ടിൽ ഇഹലോക ജീവിതം അവസാനിപ്പിച്ച് അച്ഛൻ മടങ്ങിപ്പോയപ്പോൾ ഭൂമിയിൽ ഉപേക്ഷിച്ചു പോയ ഏക ജംഗമ വസ്തുവായ നിറം മങ്ങി ശീല പലയിടത്തും ദ്രവിച്ചു പോയ ചാരുകസേരയിൽ അർദ്ധമയക്കത്തിലായിരുന്നു ഞാൻ അന്നേരം. അതൃപ്തിയോടെ ചെയ്യുന്ന ഒരു ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ജീവനക്കാരുള്ള സർക്കാർ ആഫീസിലെ അവസാന മണിക്കൂർ പോലെ സൂര്യൻ തീരെ താല്പര്യമില്ലാതെ ജ്വലിച്ചു നിന്നിരുന്നു. മാങ്കോസ്റ്റിൻ മരവും ഗ്രാമഫോൺ പെട്ടിയും ഇല്ലാത്തതിനാൽ കപ്പലിൽ ജോലി ചെയ്യുന്ന അളിയൻ കഴിഞ്ഞ അവധിക്ക് വന്നപ്പോൾ തന്നിട്ട് പോയ പഴയ നാഷണൽ ടേപ്പ് റെക്കോർഡറിൽ മുഹമ്മദ് റാഫിയുടെ അർത്ഥം മനസ്സിലാകാത്ത ഒരു ഹിന്ദി പാട്ട് ആസ്വദിച്ച് കിടക്കുകയായിരുന്നു ഞാനെന്ന് പറയുന്നതാവും പൂർണ്ണസത്യം. റഫിയുടെ സാർവലൗകിക സ്വരമാധുരിയുടെ മാസ്മരികതയെക്കുറിച്ചൊന്നും ഏതൊരു പിടിപാടുമില്ലാതെ അമ്മ ആ മധുരാലാപനത്തിൻ്റെ ഒഴുക്കിനെ നിർദ്ദയം തടസ്സപ്പെടുത്തിക്കൊണ്ട് വരാന്തയിൽ നിന്ന് മുറ്റത്തിറങ്ങി നിന്നുകൊണ്ട് പറഞ്ഞു, എടാ, കട്ടക്കാലിൽ നിന്ന് മാമൻ വന്നിരുന്നു. വൈകിട്ട് പൂലന്തറയിലെങ്ങാണ്ട് ഒരു കർമ്മത്തിന് പോകണമെന്ന് നിൻ്റെ കൂടി ചെല്ലാൻ പറഞ്ഞു. ടേപ്പ് റെക്കോർഡറിൽ ശക്തിയായി വിരലമർത്തിക്കൊണ്ട് ഞാൻ ചാടി എഴുന്നേറ്റു. അമ്മാവൻ്റെ കൂടെ പരികർമ്മിയായി പോവുക എന്നത് സന്തോഷമുള്ള കാര്യമാണ്. കർമ്മം നടത്തുന്ന വീടുകളിൽ നിന്ന് ദക്ഷിണയായി ലഭിക്കുന്ന ചെറിയ തുകയും സമൃദ്ധമായ ഭക്ഷണവുമാണ് അമ്മാവൻ്റെ അനുചാരകനാവുന്നതിനുള്ള എൻ്റെ പ്രധാന പ്രലോഭനങ്ങൾ. അമ്മാവൻ എന്ന് അമ്മ പറഞ്ഞുവെങ്കിലും അമ്മയുടെ സഹോദരനല്ല, അമ്മയുടെ അപ്പച്ചിയുടെ ഭർത്താവാണ്. അമ്മയെ അനുകരിച്ച് ഞാനും അമ്മാവനെന്ന് വിളിക്കുന്നു എന്നേയുള്ളൂ. മന്ത്രവാദി അങ്ങുന്ന് എന്നാണ് നാട്ടിലെ വിളിപ്പേര്. അമ്മ എനിക്ക് ശകലം തേയിലവെള്ളം ഇട്ട് തരും, ഞാനതും കുടിച്ചുകൊണ്ട് പോവാം. തേയിലവെള്ളം അനത്താൻ പഞ്ചാര ഇരിപ്പൂല, നീ കാവ്യാട്ട് തോട്ടിൽ പോയി പുറം കഴുകി നബീസർ അവിടെ നിന്ന് എത്തിപ്പൂലം പഞ്ചാര വാങ്ങിച്ചുകൊണ്ട് വെക്കം വാ. ഉറങ്ങാനും തിന്നാനും വേണ്ടി മാത്രം ജീവിക്കുന്ന അമ്മയുടെ വളർത്തുപൂച്ച സംഭാഷണം കേട്ട മാത്രയിൽ വരാന്തയിലെ കൈവരിയിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റ് അടുക്കള ഭാഗത്തേക്ക് നോക്കി ചില സൂചനാ ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചു. അമ്മയുടെ വേറെ ചില ഡൊമസ്റ്റിക് ആനിമൽസുകൾ അവിടെയും ഇവിടെയുമായി പലതരം പ്രവൃത്തികളിൽ വ്യാപൃതരായി നടന്നു. കുറച്ച് കോഴികൾ, അയൽ വീടുകളിൽ എല്ലായിടത്തെയും കാവൽക്കാരനായി സ്വയം നടിക്കുന്ന ഒരു വയസ്സൻ പട്ടി, വരാന്തയിലെ കൂട്ടിൽ കിടന്ന് സദാസമയവും വായിട്ടലയ്ക്കുന്ന ഒരു സുന്ദരി തത്ത, ഇവരൊക്കെയാണ് വേലുകെട്ടി തിരിച്ച് അമ്മ സംരക്ഷിക്കുന്ന ഭൂമിയുടെ അവകാശികൾ. ഞാൻ ഓടി കാവ്യാട് തോട്ടിൽ പോയി കണ്ണുനീർ സമാനമായ ജലത്തിൽ മുങ്ങി കുളിച്ചെന്ന് വരുത്തി നബീസമ്മയുടെ വീട്ടിൽ ചെന്നു. പഞ്ചസാര കുപ്പി നീട്ടിയപ്പോൾ തന്നെ ചിരപരിചയം കൊണ്ട് ഉമ്മ അടുക്കളയിൽ പോയി കുപ്പിയിൽ കാൽഭാഗം പഞ്ചസാര നിറച്ചു തന്നിട്ട്, അപ്പി ഉച്ചയ്ക്ക് വല്ലതും കുടിച്ചാ, കിഴങ്ങ വെച്ചത് 2 കഷ്ണം തരട്ട എന്ന് വാത്സല്യത്തോടെ ചോദിക്കുകയും ചെയ്തു. വേണ്ടുമ്മ, കട്ടക്കാലിലെ മാമൻ്റെ കൂടെ ഒരു ഒഴിപ്പിക്കലിന് പോകണം എന്ന് മറുപടി പറഞ്ഞുകൊണ്ട് ഞാൻ വേലി ചാടി കടന്നു. വറ്റൽമുളക്, പഞ്ചസാര, തേയില തുടങ്ങി കറിവേപ്പില വരെ കൊടുക്കൽ വാങ്ങലുകളുണ്ടായിരുന്നു അമ്മയും നബീസ ഉമ്മയും തമ്മിൽ. കട്ടൻ ചായ കുടിച്ചപ്പോൾ കിട്ടിയ ഉന്മേഷത്തിൽ മുറിയിൽ കയറി ഉള്ളതിൽ വൃത്തിയുള്ള ഷർട്ടും ഒറ്റമുണ്ടും ധരിച്ച് അമ്മാവൻ്റെ വീട്ടിലേക്ക് നടക്കുമ്പോൾ പിറകിൽ അമ്മയുടെ ഉപദേശം ഉയർന്നു കേട്ടു. മാമൻ്റെ കൂടെ പോണതൊക്കെ കൊള്ളാം, അവിടെ ചെന്നിരുന്ന് ഉറക്കം തൂങ്ങാതെ എല്ലാം കണ്ടും കേട്ടും പഠിച്ചോണം. അമ്മാവൻ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിൽ കൊണ്ട് ഒരു വിഷവൈദ്യനായിരുന്നു. നാട്ടിലൊക്കെ നടന്ന് പച്ചമരുന്നുകൾ ശേഖരിച്ച് മരുന്നുകൾ ഉണ്ടാക്കി ചികിത്സ നടത്തി വന്നിരുന്നു. കൂടാതെ മന്ത്രവാദവും. പ്രേത സിനിമകളിലെ ടെലിവിഷൻ പരമ്പരകളിലുമൊക്കെ കാണുന്ന മന്ത്രവാദമൊന്നുമല്ല. കുട്ടികളില്ലാതെ ദീർഘകാലമായി വിഷമിക്കുന്ന ദമ്പതികൾ, വിദേശത്ത് പോയി മടങ്ങി വരാത്ത ഗൃഹനാഥന്മാരുടെ വീടുകളിലെ ആശ്രിതർ, മാറാരോഗങ്ങൾ അലട്ടുന്ന കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾ, ഇത്തരക്കാരാണ് അമ്മാവൻ്റെ മന്ത്രവാദ സഹായത്തിൻ്റെ ഗുണഭോക്താക്കൾ. അമ്മാവൻ്റെ ഇടതുകൈക്ക് സ്വാധീനക്കുറവുണ്ട്. പരിധിക്കപ്പുറം ഉയർത്താൻ കഴിയില്ല. നാട്ടിലെ വിവരാന്വേഷകർ പ്രചരിപ്പിക്കുന്ന അനുസരിച്ചാണെങ്കിൽ മുൻകാലങ്ങളിൽ നടത്തിയ മന്ത്രവാദങ്ങളുടെ തിക്തഫലമാണ് അതിന് കാരണം. ആർക്കെങ്കിലും ഉപദ്രവം ചെയ്യുന്ന ഒരാളാണ് അമ്മാവനെന്ന് എന്തായാലും എനിക്ക് അഭിപ്രായമില്ല. പറങ്കിമാവുകൾക്കിടയിലൂടെയുള്ള എളുപ്പവഴിയിലൂടെ അമ്മാവൻ്റെ വീട്ടിലേക്ക് നടന്ന എനിക്ക് അഭിമുഖമായി അമ്മാവൻ്റെ ഏക മകൻ ഗിരീശൻ ചേട്ടൻ വരുന്നുണ്ടായിരുന്നു. ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെയും യു കലാനാഥൻ നയിക്കുന്ന യുക്തിവാദി സംഘത്തിൻ്റെയും സജീവ പ്രവർത്തകനായിരിക്കുമ്പോൾ തന്നെ ഇടമറുവിൻ്റെ യുക്തിവാദത്തെ എതിർത്തു വന്നിരുന്ന ഗിരീശൻ ചേട്ടൻ്റെ നിലപാടുകൾ പലപ്പോഴും എനിക്ക് മനസ്സിലായില്ല. ഇന്ന് അച്ഛന് ജോലി ഉണ്ടല്ലേടേ. അമ്മാവൻ്റെ മന്ത്രവാദ ഏർപ്പാടുകൾ ഗിരീശൻ ചേട്ടൻ വെറുമൊരു തൊഴിൽ മാത്രമായാണ് കണ്ടിരുന്നത്. എൻ്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ ഗിരീശൻ ചേട്ടൻ ഗ്രാമോദ്ധാരണ ഗ്രന്ഥശാലയിലേക്ക് ധൃതിയിൽ നടന്നുപോയി. കഞ്ഞി മുക്കി ഇസ്തിരിയിട്ട ഗിരീശൻ ചേട്ടൻ്റെ അരക്കയ്യൻ ഷർട്ടിൻ്റെ ഭംഗിയിൽ മതിമറന്ന് ഞാൻ ഒരു നിമിഷം അവിടെ തന്നെ നിന്നു.
കലർപ്പില്ലാതെ പറഞ്ഞാൽ ഗിരീശൻ ചേട്ടൻ്റെ വഴികളിലൂടെ നടക്കാനായിരുന്നു എനിക്കും ഇഷ്ടം. വെള്ളമുണ്ടും കസവ് നേരിയതും അണിഞ്ഞ് അമ്മാവൻ യാത്രയ്ക്ക് തയ്യാറായി നിൽക്കുന്നു. സുഖാന്വേഷണം, കുശലം പറച്ചിൽ തുടങ്ങിയ ഏർപ്പാടുകളിലൊന്നും അമ്മാവൻ തീരെ താല്പര്യം കാണിച്ചിരുന്നില്ല. യൗവനത്തിലേക്ക് ചാടിക്കയറാൻ വെമ്പൽ കൊള്ളുന്ന എൻ്റെ മനസ്സ് വായിക്കാനോ അത്തരം പരിഗണനകൾ നൽകാനോ അമ്മാവൻ മുതിരുന്നില്ല എന്ന പരാതി എനിക്കുണ്ടായിരുന്നു. അമ്മാവൻ എനിക്ക് കൈമാറിയ സഞ്ചിയിൽ മന്ത്രവാദത്തിനുള്ള പ്രോപ്പർട്ടീസ് ആയിരുന്നു. അമ്മാവൻ നടന്നു തുടങ്ങുമ്പോൾ തന്നെ കൃത്യമായ അകലം പാലിച്ച് പുറകെ നടന്നാൽ മതി. ഉത്തരം കിട്ടാനുള്ള സാധ്യത വിരളമായതുകൊണ്ട് തന്നെ ചോദ്യങ്ങൾക്കുള്ള സ്കോപ്പും കുറവായിരുന്നു. കവലയിൽ നിന്ന് സമാന്തര വാഹനത്തിൽ കയറി പോത്തൻകോട് ജംഗ്ഷനിൽ ഇറങ്ങി പൂലന്തറ ഭാഗത്തേക്ക് അമ്മാവൻ നടന്നു. വാടകയ്ക്കെടുക്കുന്ന സൈക്കിളിൽ പൂലന്തറയ്ക്കടുത്തുള്ള പാറമുകളിൽ കയറി നിന്ന് കടൽ കാണാൻ പോയിട്ടുള്ളതുകൊണ്ട് ആ വഴിയൊക്കെ എനിക്ക് പരിചിതമായിരുന്നു. പാറമുകളിലേക്കുള്ള യാത്രയിലെ എൻ്റെ സ്ഥിരം സഹയാത്രികൻ രവി എന്നോട് മിക്കപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം ഞാൻ ഓർത്തെടുത്തു. എന്തെന്നളിയാ ഇത്ര മെനക്കെട്ട് പാറമുകളിൽ വലിഞ്ഞു കയറി വര പോലെ ഈ കടൽ കാണുന്നത്? ആ നേരം കൊണ്ട് പെരുമാതറ കടലിൽ പോയി വിശാലമായി കുളിച്ചിട്ട് വന്നൂടെ? ആ ഓർമ്മയിൽ ഞാൻ ശബ്ദമില്ലാതെ ചിരിച്ചു. സന്ധ്യയും രാത്രിയും തമ്മിൽ തൊഴിൽ സമയ കൈമാറ്റം നടക്കുകയായിരുന്നു അപ്പോൾ. സമീപ പ്രദേശങ്ങളിൽ എവിടെയോ മഴ പെയ്യുന്നതിൻ്റെ സൂചനയായി തണുത്ത കാറ്റ് വീശി. വാമരപുര നദി ലക്ഷ്യമാക്കി ഒഴുകുന്ന കൈത്തോടിൻ്റെ വരമ്പിലൂടെയുള്ള വഴിയരികിൽ ഒരിടത്ത് അമ്മാവൻ നടത്തം നിർത്തി. കള്ളിഷാപ്പിൻ്റെ വെളുത്ത ബോർഡ് തൂങ്ങുന്ന ഒരു തെങ്ങ് കണ്ടപ്പോൾ അമ്മാവൻ്റെ ഉദ്ദേശം മനസ്സിലാക്കിയ ഞാൻ കൈത്തോടിന് കുറുകെയുള്ള പാലത്തിൻ്റെ കലങ്കിൽ ചാരി നിന്നു. കഥാകാരന്മാർ ഗ്രാമചിത്രീകരണം നടത്തുമ്പോൾ ഒഴിവാക്കാത്ത കഥാപാത്രങ്ങളിൽ ചിലരെല്ലാം കള്ളിഷാപ്പിൻ്റെയും കലുങ്കിൻ്റെയും പരിസരത്തുണ്ടായിരുന്നു. സഞ്ചരിക്കുന്ന വിജ്ഞാനകോശമായ ബാർബർ, ഡയറി കഷത്ത് വെച്ച് നടക്കുന്ന പ്രാദേശിക രാഷ്ട്രീയക്കാരൻ, നീളൻ ജുബ്ബ തെറുത്ത് കയറ്റി വെച്ച് മുണ്ട് കയറ്റിക്കുത്തി മീശ പിരിച്ചു നിൽക്കുന്ന കവലച്ചട്ടമ്പി, നന്മയുള്ള കള്ളൻ തുടങ്ങിയവർ. അവരിൽ നിന്നുയരുന്ന ഏമ്പക്കങ്ങളിൽ പഴകിയ കള്ളിൻ്റെയും പുഴുങ്ങിയ മുട്ടയുടെയും നാടൻ വീടിയുടെയും മിശ്രഗന്ധം കലർന്നു നിന്നു. അവിടെ നിന്ന് നോക്കിയാൽ കാണാവുന്ന ദൂരത്തിലുള്ള പൊട്ടക്കുളത്തിൽ തലേ രാത്രി ഒരു പെൺകുട്ടിയുടെ ശവം കണ്ടതിനെക്കുറിച്ചുള്ള ചർച്ചയിലായിരുന്നു അവർ. ഒന്നിച്ചൊരു വാഹനത്തിൽ ന്യൂസ് റൂമിനുള്ളിലെത്തി പരസ്പരം പുല്ലഭ്യം പറഞ്ഞതിന് ശേഷം സൗഹൃദപൂർവ്വം ഒന്നിച്ചു മടങ്ങുന്ന രാത്രികാല ചർച്ചക്കാരെ ഓർമ്മിപ്പിക്കുന്ന ആ തർക്കങ്ങളിൽ ഓരോരുത്തരും അവരുടെ ഭാവനയ്ക്ക് അനുസരിച്ചുള്ള സംഭാവനകൾ നൽകി വീര്യമേറ്റിക്കൊണ്ടിരുന്നു. കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ആ കുളം ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ദുരൂഹ മരണങ്ങൾ കൊണ്ട് കുപ്രസിദ്ധമാണ്. കള്ളുഷാപ്പിൽ നിന്നിറങ്ങി വന്ന അമ്മാവൻ്റെ ശരീരഭാഷയിൽ നേരിയ വ്യതിയാനം പോലുമില്ലായിരുന്നു. പാലത്തിന് മുകളിലൂടെ അപ്പുറമെത്തി റബ്ബർ മരങ്ങൾക്കിടയിലുള്ള വീതി കുറഞ്ഞ വഴിയിലൂടെ അമ്മാവൻ നടന്നു. ഗൾഫ് മലയാളികൾ പണിയുന്ന തരത്തിലുള്ള ഒരു പെട്ടി വീട്ടിലെത്തി ആ യാത്ര അവസാനിച്ചു. ചുവരുകൾ സിമന്റ് തേക്കാത്ത ആ വീടിന് ചുറ്റും ഇരുട്ട് കട്ട പിടിച്ചു കിടന്നു. വരാന്തയിലെ പഴയ മരബെഞ്ചിൽ ഒരു വൃദ്ധൻ അപരിചിതരുടെ ആഗമനമൊന്നും ശ്രദ്ധിക്കാതെ ചാരി ഇരിക്കുന്നുണ്ടായിരുന്നു. കണ്ണ് കണ്ടുകൂടാത്ത ആളാണ്. അകത്ത് നിന്നിറങ്ങി വന്ന പ്രായമുള്ള സ്ത്രീ പറഞ്ഞു. കർമ്മം ചെയ്യാനായി ഒരുക്കിയിട്ടിരുന്ന ചെറിയ മുറിയിൽ അമ്മാവനോടൊപ്പം പ്രവേശിച്ചു. പ്രാരംഭ ചടങ്ങ് എന്ന നിലയിൽ അവൽ, ശർക്കര, പഴം, തേങ്ങ എന്നിവ ഒരു വാഴയിലയിൽ വച്ച് നിലവിളക്ക് കൊളുത്തി വച്ചു. ചെറിയ രീതിയിലൊരു ഹോമകുണ്ഡം, കൊതുമ്പ് മുറിച്ചുണ്ടാക്കുന്ന കുറച്ച് തീപ്പന്തങ്ങൾ, വെള്ളമുണ്ട് ചെറുതായി മുറിച്ചെടുത്ത് ചുരുട്ടിയെടുക്കുന്ന വിളക്കുതിരികൾ, ഇവയൊക്കെ തയ്യാറാക്കി. ചെമ്പരത്തി, അരുത, തെറ്റി, തുളസി തുടങ്ങിയ പൂക്കൾ തരംതിരിച്ചു വച്ചു. അങ്ങനെ മന്ത്രവാദത്തിനു വേണ്ടിയുള്ള അന്തരീക്ഷം ഒരുക്കിയെടുക്കുന്നതിൽ ഞാൻ നിരതനായി. മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ താമസിക്കുന്ന ഒരു വീടാണതെന്ന കാര്യവും ഇതിനകം ഞാൻ മനസ്സിലാക്കി. അടുക്കളയിലെ വിറകടുപ്പിൽ തിളയ്ക്കുന്ന ആട്ടിറച്ചിക്കറിയുടെ ഹൃദ്യഗന്ധം അടച്ചിട്ട വാതിലും ഭേദിച്ച് അകത്തെത്തിയോടൊപ്പം എൻ്റെ വിശപ്പ് നിലവിട്ട് ഉയരാനും തുടങ്ങി. ശബ്ദമുയർത്തി എന്നോടൊന്നും പറയുന്ന പതിവ് അമ്മാവനില്ല. മുരടനക്കങ്ങളിലും മൂളലുകളിലും ഉണ്ടാകുന്ന ശബ്ദ വ്യതിയാനങ്ങളിൽ നിന്ന് അമ്മാവൻ്റെ ആവശ്യത്തെക്കുറിച്ച് കൃത്യമായ ധാരണ എനിക്കുണ്ടാവുകയും ഞാനത് പാലിക്കുകയും ചെയ്തു. വീട്ടിലെ മുതിർന്ന സ്ത്രീയുമായി അമ്മാവൻ നടത്തിയ ആമുഖ സംഭാഷണങ്ങളിൽ നിന്ന് രോഗബാധിതയായ ചെറിയ പെൺകുട്ടി അവരുടെ മകളുടെ കുട്ടിയാണെന്നും വരാന്തയിൽ കണ്ട കാഴ്ചയില്ലാത്ത വൃദ്ധൻ അവരുടെ ഭർത്താവാണെന്നും മനസ്സിലായി. മന്ത്രവാദത്തിൻ്റെ പ്രധാന ചടങ്ങിലേക്ക് അമ്മാവൻ കടന്നു. കുഴച്ചെടുത്ത കടലമാവ് കൊണ്ട് ഒരു കുട്ടിയുടെ രൂപമുണ്ടാക്കി ഇലയിൽ വെച്ചു. ഒരു ശില്പിയുടെ കരവിരുതോടെ കൺമഷി കൊണ്ട് കണ്ണുകളും ചുവന്ന ചായം ഉപയോഗിച്ച് ചുണ്ടും വരച്ചു ചേർത്തു. കാലുകളിൽ തള, കൈകളിൽ വളകൾ എന്നിവ കൂടിയായപ്പോൾ നിഷ്കളങ്ക ഭാവമുള്ള ഒരു കുട്ടി എന്നെ നോക്കി ചിരിക്കുന്നത് പോലെ തോന്നി. രോഗബാധിതയായ കുട്ടി ഇതിനകം അമ്മയുടെ മടിയിൽ കിടന്ന് ഉറങ്ങിപ്പോയി. ഇനി തിരക്കു പിടിച്ച നിമിഷങ്ങളാണ്. ചിലപ്പോൾ വല്ലാതെ ശബ്ദം താഴ്ത്തിയും മറ്റു ചിലപ്പോൾ ഭയമുളവാക്കുന്ന രീതിയിൽ ഉയർത്തിയും അമ്മാവൻ മന്ത്രങ്ങൾ ഉരുവിടാൻ തുടങ്ങി. അമ്മാവൻ നീട്ടുന്ന കൈയിലേക്ക് എള്ളും പൂക്കളും പന്തവുമൊക്കെ ഞാൻ ഇടതടവില്ലാതെ കൈമാറിക്കൊണ്ടിരുന്നു. ദാഹവും വിശപ്പും എന്നെ തളർത്തിയിരുന്നു.
പല ഘട്ടങ്ങളിലൂടെ നീളുന്ന മന്ത്രവാദത്തോടൊപ്പം രാത്രിയും വല്ലാതെ വളരുന്നുണ്ടായിരുന്നു. ചുവരിൽ തൂക്കിയിട്ടിരിക്കുന്ന ഘടികാരം മുമ്പെപ്പോഴോ നിലച്ചിരുന്നത് കാരണം സമയത്തെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ ഉണ്ടാക്കാനുമായില്ല. എന്തായാലും നടുയാമം പിന്നിട്ടുന്ന കാര്യത്തിൽ സംശയമില്ല. മന്ത്രവാദത്തിൻ്റെ അവസാന ചടങ്ങുകളിലേക്ക് അമ്മാവൻ കടന്നു. ആവാഹനം ചെയ്ത് സമർപ്പിച്ച എള്ളും പൂക്കളും ഏറ്റുവാങ്ങി കിടന്ന പിണ്ടത്തെ അമ്മാവൻ മടിക്കുത്തിൽ സൂക്ഷിച്ചിരുന്ന വെള്ളി കെട്ടിയ നീളൻ പേനാക്കത്തി നിവർത്തിയെടുത്ത് നെടുകെ പിളർന്നു. മഷിയും കുങ്കുമവും പടർന്ന വികൃതമായ ആ മുഖം അപ്പോഴേക്കും ഭയാനക രൂപമായി കഴിഞ്ഞിരുന്നു. അന്നേരമാണ് എന്നെ സ്തബ്ധനാക്കിക്കൊണ്ട് അമ്മാവൻ്റെ ആജ്ഞ വന്നത്. എടേയ്, ഈ പിണ്ടം ചുരുട്ടിയെടുത്ത് താഴെ കണ്ട പാലത്തിൻ്റെ അവിടുത്തെ തോട്ടിൽ കൊണ്ടുപോയി ഒഴുക്കിയിട്ട് തിരിഞ്ഞു നോക്കാതെ വാ. കാഴ്ചയില്ലാത്ത വൃദ്ധനല്ലാതെ ആ വീട്ടിൽ എന്നോടൊപ്പം വരാൻ ആരുമില്ലെന്ന തിരിച്ചറിവിൽ ഞാൻ നടുങ്ങി നിന്നു. മന്ത്രവാദി അമ്മാവൻ്റെ അഭിമാനം സംരക്ഷിക്കേണ്ട ഒരു പരികർമ്മിയുടെ കൃത്രിമ വേഷം എടുത്തണിയേണ്ടി വന്ന സന്ദർഭമാണിതെന്ന് മനസ്സിലാക്കി ഞാൻ പിണ്ടവുമായി തോട്ടിലേക്ക് പുറപ്പെട്ടു. മാധവമാസത്തിലെ അവസാന രാത്രികളിലൊന്നായിരുന്നു അത്. പരന്നൊഴുകുന്ന പാൽനിലാവ് എന്നൊക്കെ പുസ്തകത്തിൽ വായിക്കുമ്പോഴുണ്ടാകുന്ന സന്തോഷമൊന്നും അനുഭവത്തിൽ വരുമ്പോൾ അങ്ങനെയല്ലെന്ന് ബോധ്യമായ രാത്രി കൂടിയായിരുന്നു. ഇരുട്ടായിരുന്നു ഈ അവസ്ഥയിൽ ഏറെ അഭികാമ്യം. പിണ്ടം ഒഴുക്കേണ്ട തോടിനടുത്തുള്ള കുളത്തിലാണ് കഴിഞ്ഞ രാത്രി പെൺകുട്ടിയുടെ ശവം കണ്ടതെന്ന വിചാരത്തിൽ തലയിലിരിക്കുന്ന നെടുകെ പിളർന്ന പിണ്ടം ഉള്ളിലുണ്ടായിരുന്ന നേരിയ ആത്മധൈര്യവും കെടുത്തി. കാവേട് തോട്ടിൽ കുളിക്കുമ്പോൾ കാലിൽ കടിച്ചു തൂങ്ങാറുള്ള കുളയട്ടയെ പോലെ ഭീതി എൻ്റെ രക്തം കുടിച്ച് പെരുകാൻ തുടങ്ങി. മനസ്സിൽ പലവിധ ചിന്തകളുടെ തിരയിളകി. ഗ്രന്ഥാലയത്തിൽ നിന്നെടുത്ത് വായിച്ചിട്ടുള്ള പ്രേത നോവലുകളിൽ നിന്ന് കരിമ്പന, പാലപ്പൂവ്, വെളുത്ത സാരി, ഇരുമ്പാണി, ചുണ്ണാമ്പ്, കടവാതിൽ തുടങ്ങിയവയൊക്കെ ആദ്യം ഒറ്റയ്ക്കും പിന്നെ കൂട്ടത്തോടെയും ഇറങ്ങി വരാൻ തുടങ്ങി. പ്രേത പിശാചുക്കളുടെ ആഗോള തലവനായ ബ്രാം സ്റ്റോക്കറുടെ നായകത്വത്തിൽ പ്രാദേശിക പ്രതിനിധികളായ ഏറ്റുമാനൂർ ശിവകുമാർ, വാറ്റൻ ബോസ് തുടങ്ങി സദാ നേരവും തൊപ്പിയണിഞ്ഞ് നടക്കുന്ന കോട്ടയം പുഷ്പനാഥ് വരെ ഊഴമനുസരിച്ച് എന്നെ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നു. പ്രേതം സത്യമോ മിഥ്യയോ എന്ന പുസ്തകത്തെ കൂട്ടുപിടിച്ച് ഗിരീശൻ ചേട്ടൻ്റെ യുക്തിവാദി സംഘം പ്രതിരോധത്തിന് ശ്രമിച്ചെങ്കിലും പ്രബലന്മാരായ എതിർ സംഘത്തോട് തോൽവി സമ്മതിച്ച് പിന്മാറി. പേടി വരുമ്പോൾ ഉറക്ക പാടിയാൽ മതിയെന്ന ഉപായം അമ്മ പറഞ്ഞു തന്നിരുന്നതിൻ്റെ ഓർമ്മയിൽ ഞാൻ വെലികുടീരങ്ങളെ എന്ന എൻ്റെ ഇഷ്ടഗാനം പാടാൻ ശ്രമിച്ചു. KS ജോർജിൻ്റെയും സംഘഗായകരുടെയും ത്രസിപ്പിക്കുന്ന ആലാപത്തിന് മുകളിലായി നിഴലായി ഒഴുകി വരും ഞാൻ എന്ന ഗാനവുമായി S ജാനകി വീശിയടിച്ചു. മനസ്സിനുള്ളിൽ ഈ സംഘർഷമൊക്കെ അരങ്ങേറുമ്പോൾ അടുത്ത പ്രഭാതത്തിൽ സംഭവിച്ചേക്കാവുന്ന മറ്റൊരു ദൃശ്യത്തിൻ്റെ ചിന്തയിൽ ഞാൻ ഹതാശനായി. ഗ്രാമോദ്ധാരണ ഗ്രന്ഥശാല, കബഡി കളിക്കൂട്ടം, ശാസ്ത്രസാഹിത്യ പരിഷത്ത് എന്നിവരുടെ റീത്തുകളും നെഞ്ചിലേറ്റി വരാന്തയിൽ കത്തിച്ച നിലവിളക്കിന് മുമ്പിലായി വെള്ള പുതപ്പിച്ച് കിടത്തിയിരിക്കുന്ന എൻ്റെ മൃതശരീരം. കാൽക്കലിരുന്ന് അമ്മ പദം പറഞ്ഞ് നിലവിളിച്ചു കൊണ്ടിരുന്നു. എട്ടും പൊട്ടും തിരിയാത്ത എൻ്റെ ചെറുക്കനെ കൊണ്ടുപോയി കൊലയ്ക്ക് കൊടുത്തല്ലോ. അമ്മയുടെ സങ്കടമോർത്തു ഞാനും അമർത്തി കരയാൻ തുടങ്ങി. വയ്യ, ഇനി വയ്യ, ഒരടി പോലും ഇനി മുന്നോട്ട് പോകാനാവില്ല. ജീവിതത്തോടുള്ള അദമ്യമായ ആഗ്രഹം എന്നെ പിന്തിരിയാൻ പ്രേരിപ്പിച്ചു. അമ്മാവനോടും കർമ്മഫലത്തിനായി കാത്തിരിക്കുന്ന കുട്ടിയോടും മനസ്സുകൊണ്ട് മാപ്പ് പറഞ്ഞ് ഞാൻ തലയിലെ പിണ്ടം തൊട്ടടുത്ത് കണ്ട തെങ്ങിൻ തടത്തിലേക്ക് ഇറക്കി വെച്ചു. സമീപത്ത് നിന്ന് ഒരു ഓല എടുത്ത് അതിന് മുകളിലിട്ടു. തിരിഞ്ഞു നോക്കാതെ അതിവേഗം മടങ്ങിയെത്തുകയും ചെയ്തു. അപ്പോഴേക്കും അമ്മാവൻ മടക്കയാത്രയ്ക്ക് തയ്യാറായി കഴിഞ്ഞിരുന്നു. രാത്രി മുഴുവൻ ഉറക്കമൊഴിച്ച് കാത്തിരുന്ന മണവും നിറവും നഷ്ടപ്പെട്ട ഇറച്ചിക്കറിയിലേക്ക് ഞാൻ നോക്കിയതേയില്ല. എൻ്റെ വിശപ്പ് കെട്ടുപോയിരുന്നു. ആശ്വാസവും പ്രതീക്ഷയും നിറച്ച കണ്ണുകളോടെ ആ സ്ത്രീകൾ ഞങ്ങളെ യാത്രയാക്കി. അപ്പോഴും തറയിൽ വിരിച്ച പായയിൽ കിടന്ന് കുട്ടി സുഖമായി ഉറങ്ങുന്നുണ്ടായിരുന്നു. വരാന്തയിലെ കാഴ്ചയില്ലാത്ത വൃദ്ധൻ പ്രതികരണമൊന്നുമില്ലാതെ അവിടെ തന്നെ ഇരിക്കുന്നു. മടക്കയാത്രയിൽ ഞാൻ അമ്മാവനോട് കൂടുതൽ അടുത്തു നടന്നു. എത്രയും വേഗം വീട്ടിലെത്തിയാൽ മതി. നിലാവ് മങ്ങി തുടങ്ങിയിരിക്കുന്നു. അമ്മാവനോടും ആ കുട്ടിയോടും ചെയ്ത കൊടിയ അപരാധമോർത്ത് പരിസരബോധമില്ലാതെ ഞാൻ അമ്മാവനെ അനുഗമിച്ചു. പെട്ടെന്നാണ് അമ്മാവൻ നടത്തി നിർത്തിയത്. പിണ്ടം ഉപേക്ഷിച്ച സ്ഥലമാണതെന്ന കാര്യം ഞാൻ ഞെട്ടലോടെ തിരിച്ചറിഞ്ഞു. കയ്യിലുണ്ടായിരുന്ന ചെറിയ ഞെക്ക് വിളക്ക് തെങ്ങിൻ തടത്തിലേക്ക് തെളിയിച്ചുകൊണ്ട് അമ്മാവൻ പറഞ്ഞു, എടാ, അവിടെ നിന്ന് ആ പിണ്ടം എടുത്തുകൊണ്ട് വാ. താഴെയുള്ള തോട്ടിൽ നമുക്ക് ഒഴുക്കാം. മുമ്പൊരിക്കലും കേൾക്കാത്ത തരത്തിൽ അനുതാപാർദ്രമായിരുന്നു ആ വാക്കുകൾ. പിണ്ടം ഞാൻ ഉപേക്ഷിച്ചെന്ന വിവരവും ഉപേക്ഷിച്ച സ്ഥലത്തെക്കുറിച്ചുള്ള കൃത്യമായ ധാരണയും അമ്മാവൻ എങ്ങനെ കിട്ടിയെന്ന അതിശയ ചോദ്യം ഉള്ളിൽ ഉയർന്നപ്പോൾ അമ്മാവനോട് നേരത്തെ ഉണ്ടായിരുന്ന ബഹുമാനം ഭയത്തിന് വഴിമാറി. പാലത്തിന് മുകളിൽ നിന്ന് അമ്മാവൻ താഴെ തോട്ടിലേക്ക് കൈ ചൂണ്ടി. ഞാൻ പതിയെ മൺപടവുകൾ ഇറങ്ങി. വെള്ളത്തിന് സാധാരണയിൽ കവിഞ്ഞ ഒഴുക്കുണ്ട്. ഞാൻ തിരിഞ്ഞു നിന്നുകൊണ്ട് കണ്ണുകൾ അടച്ച് പിറകിലേക്ക് പിണ്ടം ഉപേക്ഷിച്ചു. തണുത്ത ജലം കൊണ്ട് നന്നായി മുഖം കഴുകി. ആശ്വാസവും സംതൃപ്തിയും നിറഞ്ഞ മനസ്സോടെ വരമ്പിലേക്ക് കയറുമ്പോൾ ആകാശത്ത് ഒറ്റപ്പെട്ടു നിന്നിരുന്ന ഏകതാരകം വിഴിയടച്ചു. തെല്ലകലെ പ്രധാന പാതയിൽ കിഴക്കോട്ട് നടന്ന്
നീങ്ങുന്ന അമ്മാവൻ്റെ നിഴൽ രൂപത്തിൻ്റെ കാഴ്ചയെ മറച്ചുകൊണ്ട് പടിഞ്ഞാറ് മുരുക്കുമ്പുഴ കായലിലേക്ക് തൊണ്ടുകയറ്റി പോകുന്ന കാളവണ്ടികളുടെ ഘോഷയാത്ര കടന്നു. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓൺ ദ ഡോട്ട് മീഡിയ.